ഹലോ വെൽക്കം ബാക്ക്. എനിക്കിന്ന് പറയാനുള്ളതും ഷാജിയെ പറ്റി തന്നെയാണ് കേട്ടോ. കാര്യം അതിനെപ്പറ്റി അതൊരു സംഭവമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ തന്നെയുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് ആളുകൾ, ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ, ആളുകൾ പറയുന്നുണ്ട് അവർ 5 കുട്ടികളുടെ അമ്മയാണ്, ഒന്ന് മിണ്ടാതിരുന്നൂടെ, കുട്ടികളെ ഓർത്തിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ 5 കുട്ടികളുടെ അമ്മയാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു അമ്മയെ കൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് പ്രയോജനം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയധികം ക്യാഷ് അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട്, കുട്ടികളെ നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും രണ്ട് മക്കളെ അവരുടെ കൂടെയല്ല അവർ നിർത്തിയേക്കുന്നത്. അവർ യത്തീംഖാനയിൽ വിട്ടേക്കാണ് 2 മക്കളെ. ഇപ്പോൾ കുട്ടികളെ യത്തീംഖാനയിൽ വിട്ടിട്ട് ഈ ക്യാഷൊക്കെ കൊണ്ട് കാമുകന് സ്വർണം വാങ്ങിക്കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഈ നമ്മൾ മന്ദബുദ്ധികളായ ആളുകൾ കൊടുത്ത ഈ ക്യാഷ് കൊണ്ട് ഈ സ്ത്രീ കാണിക്കുന്നതാണ്. അതേപോലെ പലരുമായിട്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ പോവുക, വയനാട് പോവുക, അടിച്ചു പൊളിക്കുക, കറങ്ങുക. ഇപ്പം അറ്റ് എ ടൈം 2 കാമുകന്മാരെയാണ് അവർ കൊണ്ട് നടന്നിരുന്നത്. ഒരു മഹർ മേടിച്ചതും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഒരു കാമുകൻ്റെ, ആ കാമുകൻ നിലനിൽക്കെ തന്നെ വേറൊരുത്തിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റേ കാമുകനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നിട്ട് അവരിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണത്രേ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞ ആ ഒരു ചെക്കനുണ്ടല്ലോ, അതിൻ്റെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടാവാം എന്തിനാണ് എൻ്റെ ഫോട്ടോ നീ പബ്ലിക് ആക്കിയത്, എനിക്കിപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതാണ് അടുത്ത അടവുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണത്രേ. കാര്യം അവർക്ക് പൂവാല ശല്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയധികം ദരിദ്രവാസി ആളുകളോ നമ്മുടെ ഈ കേരളത്തിൽ എന്ന് വെച്ചാൽ, ചെറിയ ചെക്കന്മാർ തൊട്ടിട്ട് എല്ലാവരും ഭയങ്കര ശല്യമാണെന്നാണ് പറയുന്നത്. ഇവർക്ക് നേരെ ഇവരെ ഫോൺ വിളിക്കുന്നു, ശല്യപ്പെടുത്തുന്നു, ഇവരെ വേണോ അത്ര, ഇവരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ശരി, ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് ഒരു ഫോൺ നമ്പറും എടുത്തിട്ട് കൊടുത്ത് എന്തിനും തയ്യാറായിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിക്കും. അത് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു പരിപാടിയാണത്. അതിന് ഈ സ്ത്രീ തയ്യാറായിട്ട് തന്നെയല്ലേ ഇങ്ങനെ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ ഭർത്താവ് മരിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളുടെ നേരെ എത്ര പേര് ഇങ്ങനെ അനാവശ്യമായിട്ട് ചെന്നാൽ തന്നെ നമുക്ക് അതിനെയൊക്കെ തടയിടാനായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് വഴികൾ നോക്കാം, ഇല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അതിൽ നിന്ന് ഇതിപ്പം പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞല്ലോ. തീരെ ശല്യമാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നേ. പക്ഷെ അപ്പോൾ ഇങ്ങനെ പൈസ കിട്ടും അല്ലേ? അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചെടുക്കും. ഇതുപോലെ ഒരു സ്ത്രീ എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ 100-ൽ 101% ഉദാഹരണമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അവരെപ്പറ്റി പറഞ്ഞാൽ തീരില്ല, അത്ര തറ സ്ത്രീയാണ് അവർ. ഇന്ന് ഒരു പുതിയ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, അത് കല്യാണം നടന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞു, കല്യാണം വെറുതെ പറഞ്ഞു. ഇന്ന് പറയുന്നുണ്ട് മറ്റേ ആ പുള്ളിയെ പറ്റിയിട്ട്, മഹർ കൊടുത്തിട്ട് ആ പുള്ളി ഇപ്പോൾ വോയിസ് എല്ലാം പുറത്ത് വിടുന്നുണ്ട്. അയാളുമായിട്ടുള്ള റിലേഷൻ്റെ സർവ്വ ചാറ്റും എല്ലാം അയാൾ പുറത്തിടുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് അയാളുടെ സ്വഭാവം മോശമായതുകൊണ്ട് ഞാൻ വിട്ടതാണെന്ന്. അപ്പോൾ സ്വഭാവം മോശമാണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ വെറുതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ആ ക്യാഷൊക്കെ മേടിക്കുന്നതിന് ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ക്യാഷും മേടിച്ചു കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ കാമുകനുമായിട്ട് വയനാട് കറങ്ങാൻ പോയ വീഡിയോസ് ഇട്ടപ്പോഴാണ് ഈ കാമുകൻ വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കല്യാണത്തിന് മുമ്പേ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്ന ഒരാൾ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിൽ ഇയാൾ നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ വൃത്തികെട്ട സ്ത്രീ മറ്റേ ആളുമായിട്ട് കറങ്ങാൻ പോയത്? അത് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നി, എങ്ങനെ പറയാൻ തോന്നി? ഇതൊക്കെ ഇന്നിരിക്കുന്ന രൂപവും ഭാവവും സംസാരമൊക്കെ കേൾക്കണം. ഇത്ര ധാർഷ്ട്യം പിടിച്ച ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ആളുകൾ. എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾ ഈ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയുന്നവരുണ്ടല്ലോ, നിങ്ങൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടാണ് ഇതുപോലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പെരുകുന്നത്. കാര്യം എന്ത് തന്നെ ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെ ഒരു പറ്റം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ അവർക്ക് ചെയ്തതിൻ്റെ താഴെ വന്ന് എനിക്ക് ഭീഷണി മെസ്സേജൊക്കെ ഇട്ടായിരുന്നു. അത് എൻ്റെ ആ വീഡിയോയ്ക്ക് താഴെയല്ല, വേറെ പഴയ പല വീഡിയോയുടെയും താഴെയൊക്കെ പോയിട്ട് പല കമൻസും ഇട്ടു. അതിലൊന്ന് നീയല്ലല്ലോ നോക്കുന്നത്, ഞാനല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു. അല്ല, നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം, ഞാനാണല്ലോ അതിന് കാരണക്കാരി. അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന്. അങ്ങനെ എന്താണ്ട് ഇവളാര് ലോകത്തുള്ളവർക്ക് മുഴുവൻ പണി കൊടുക്കാനായിട്ട്? പണി അങ്ങോട്ട് നീ പണി കൊടുക്കുന്ന ആണുങ്ങൾക്കല്ലേ, ഞാൻ ആണായി പോകാത്ത എൻ്റെ ഭാഗ്യം. ആണെന്നുമല്ല, ഇതുപോലെ വായി നോക്കിയായ നിന്റെ പുറകെ നടക്കുന്ന വാലാട്ടിപ്പട്ടികളെ പോലെ നടക്കുന്ന ആണില്ലേ, വായി നോക്കികളായ, അതുപോലുള്ളവരാണല്ല ഞാൻ നീ പണി തരാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിനക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ, ഈ
ഇവളൊരു സൈഡിൽ നിൽക്കട്ടെ, ഇതിൽ ഇത്രയും വൃത്തികെട്ട ഒരു ക്യാരക്ടർ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പുറകെ നടക്കുന്ന ആണുങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുറേ ചാനലുകളിൽ പറയുന്നുണ്ട് അവനെ പെടുത്തി, അവൻ പെട്ടു, അവനെ വശീകരിച്ചു, അവനെ സ്വാധീനിച്ചു, അവൻ്റെ ജീവിതം കളഞ്ഞു എന്നൊക്കെ. അവരെന്നെ ഇള്ളാക്കുഞ്ഞാണോ? 26 വയസ്സുള്ള ചെറുക്കൻ അറിയത്തില്ലേ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം? കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ അവൻ അറിയാമല്ലോ. ഒരു കല്യാണം ഉറപ്പിച്ച് മോതിരം മാറ്റം കഴിഞ്ഞ ഒരു ചെറുക്കന് വേറൊരു സ്ത്രീയെ തേടി പോകരുത് എന്ന് അറിയില്ലേ? അപ്പോൾ ഈ ചാരിത്രം കാത്തു സൂക്ഷിക്കണം, സ്വഭാവശുദ്ധി വേണം, ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രം ബാധിക്കപ്പെട്ട കാര്യമാണോ? പുരുഷന് എന്ത് തോന്നിയാസവും കാണിക്കാന്നാണോ? ഒരു ചാനലിൽ ഞാൻ കേട്ടതാണ്, എന്താ വറ്റി വരണ്ടുപോയ മണലാരണ്യത്തിൽ കടന്ന് പണിയെടുക്കുന്നവന് എന്തോ വെച്ച് നീട്ടിയപ്പോൾ അവന് ഫ്രീ ആയിട്ട് വെച്ച് നീട്ടിയപ്പോൾ സ്വീകരിച്ചു എന്നോ? അങ്ങനെ എന്തോ, ഇതൊക്കെ എന്തോ ലാംഗ്വേജ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ആ വറ്റി വരളിച്ച് 26 വയസ്സിനുള്ളിൽ അവനും വറ്റി വരണ്ട് പോയി. ഇവക്കാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ച 5 മാസം ആയപ്പോഴത്തേനും ഇവക്ക് വികാരങ്ങളുടെ അതിപ്രസരവും ഉണ്ടായി. അപ്പം ഇത് ഈ വറ്റി വരണ്ടവനും അതിപ്രസരം ഉണ്ടായവളും എല്ലാം കണക്ക് തന്നെയാണ്. അവൻ്റെ കല്യാണം കൂടെ ഉറപ്പിച്ചു വെച്ചേക്കാണെന്ന് ഓർക്കണം. ആ പെണ്ണിനെ ചതിച്ചതല്ലേ അയാൾ. അപ്പം അവൻ ആ കൂലി തന്നെ കിട്ടണം. ഇതുപോലെയുള്ള ഒരു ഫ്രോഡ് ലേഡിയുടെ അടുത്തായതുകൊണ്ട് ഇത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇല്ലെങ്കിൽ ഒന്നും അറിയാതെ ഗൾഫിൽ നിന്ന് വന്നേക്കാണ് അവൻ ഇവളുടെ കൂടെ പോകാനായിട്ട്. എന്ത് നല്ല സ്വഭാവം അല്ലേ അവൻ്റേത്. അങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. പോലെ വേറൊരുത്തൻ പൈസ അയച്ചു കൊടുത്തെന്ന് പറയുന്നത്, അവൻ ഇവളുടെ ക്യാരക്ടർ പോലും അറിയുന്നതിന് മുമ്പ് എന്താ വീട്ടുകാരോട് പോലും ചോദിക്കുന്നതിന് മുമ്പ് പൈസ അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഉണ്ടായിട്ടല്ലേ, അങ്ങ് പോട്ടെ, അവൻ്റെ കുറേ പൈസ പോട്ടെ. ഇങ്ങനെയുള്ള വൃത്തികെട്ട ആണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. ഒരുപാട് അവന്മാരുണ്ട് ഇങ്ങനെ. വീട്ടിൽ വൈഫ് ഉണ്ടാവാം, കുട്ടികളുണ്ടാവും, നല്ലൊരു ഫാമിലി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എങ്കിലും ലോകത്തുള്ള വേട്ടക്ക് സ്ത്രീകളുടെ മുഴുവൻ പുറകെ പോകും. എന്നിട്ട് പൈസയും പോയി എല്ലാം പോയി കഴിയുമ്പോഴത്തേനും ഒരു പ്രഹസനമാണ് മണി ട്രാപ്പ്. അത് ഇത് ഈ ട്രാപ്പ് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ലോകത്ത്. ഇന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവന്മാർക്ക് പണത്തിൻ്റെ അതിപ്രസരമായിരിക്കും. അങ്ങനെയുള്ളവന്മാർ ഇതുപോലെ കബളിപ്പിക്കപ്പെടുകയും വേണം, നാണം കെടുകയും വേണം ഇനിയാണെങ്കിലും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവന്മാർ കല്യാണം കഴിക്കരുത്. ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ സങ്കടപ്പെടുത്താൻ നിൽക്കാതെ വേറെ ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ഉള്ള അവളുമാർക്ക് കൊടുത്ത അവളുമാരുടെ കൂടെ പോയി നമ്മുടെ പൂവൻ കോഴിയുടെ സ്വഭാവം കാണിച്ചങ്ങ് നടന്നോണം, കുഴപ്പമില്ല. പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. കുറേ ആളുകളുടെ ചാനലിൽ ഞാൻ കണ്ടു, അവനെ ചതിച്ചതാണ്, അവനെ വഞ്ചിച്ചതാണ്. അവൻ പൊട്ടനൊന്നും അല്ലല്ലോ, 26 വയസ്സില്ലേ. അവന് കല്യാണത്തിന് മുമ്പ് വേറെ പെണ്ണിൻ്റെ കൂടെ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് അവളുടെ കൂടെ റൂം എടുത്ത് താമസിക്കാനൊക്കെ അറിയാം. അതിലൊന്നും ആരും ABCD പഠിപ്പിച്ചു കൊടുക്കണ്ട, എല്ലാ വിവരങ്ങളും അവനറിയാം. അവനറിയാൻ മേലാത്തത് പിന്നെ എന്താണ്? ഇങ്ങനെ ഇത് പുറത്ത് വന്നു കഴിയുമ്പം, അവൻ്റെ വീഡിയോ പുറത്ത് വന്നു കഴിയുമ്പം, അവൻ്റെ കല്യാണം മാറിപ്പോയി കഴിയുമ്പം, വീട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തി കഴിയുമ്പം, അപ്പോഴാണോ അവൻ പാവമാകുന്നത്? അപ്പം മാത്രമാണോ ഇവനീ വിവേകം ഉദിക്കുന്നത്? അപ്പോൾ എന്തായാലും നന്നായിന്ന് എനിക്ക് തോന്നിയുള്ളൂ. കാര്യം ഇങ്ങനെയുള്ള കുറച്ച് ആണുങ്ങളുടെ മുഖവും ഇവിടെ പ്രസക്തമായി വെളിവായി. ഇതേപോലെയുള്ള ഈ സ്ത്രീയെ പോലെയുള്ള പെണ്ണുങ്ങളുടെ സ്വഭാവവും ഇവിടെ പ്രകടമായി. പക്ഷെ ഒരു കാര്യമാണ്, ഇനിയും കാണും ഈ സ്ത്രീക്ക് പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് ഇതുപോലെ വെടക്ക് പിടിച്ച കുറേ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവളെപ്പോലെ ഉള്ളവളുമാരെ ഇങ്ങനെ വളർത്തി വലുതാക്കി വിടുന്നത്. നമ്മളൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇവന്മാർക്ക് എന്തോ അസുഖമാണ്, അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓക്കെ. ഇപ്പോൾ പൈസ കൊടുത്തേ അവനും അതെ, അവനും കാണും ഫാമിലി അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അവനൊക്കെ സ്വന്തം കുടുംബത്ത് കൊടുക്കേണ്ട ക്യാഷ് കൊണ്ടെന്നല്ലേ ഇങ്ങനെയുള്ള അവളുമാർക്ക് കൊടുക്കുന്നത്. അപ്പം അത് സഹിക്കട്ടെ. മറ്റേ 26 വയസ്സേ ഉള്ളൂ, അവൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയും. അസൂഷ്യൽ നമ്മൾ ചിലപ്പം സ്വാഭാവികമായിട്ട് ഒന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ ചിന്തിച്ചു നോക്കിയാൽ അവനും അത് ആവശ്യമാണ്. അല്ലെങ്കിൽ മോതിരം മാറ്റം നടത്തി ആ കുട്ടി പെട്ടുപോകുകയല്ലേ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവള് പറയുന്നുണ്ട്, അവൻ എന്നെ ജീവിതത്തിൽ അവളെ കെട്ടിയാലും വേറെ കല്യാണം കഴിച്ചാലും അവൻ ഉപേക്ഷിക്കില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഈ ആൻറ്റിയെ കാണാൻ അവൻ വരും. അതറിഞ്ഞ ആ പെൺകുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഈ ആൻറ്റിയെ കാണലുള്ളവനാണ് അവൻ. അതുകൊണ്ടാണല്ലോ ഈ ആൻറ്റി ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആൻറ്റിമാരുള്ളത് കൊണ്ട് നമുക്ക് ചില പൊയ്മുഖങ്ങളും ഇപ്പോൾ ഇവൻ ഈ 26-കാരൻ നിശ്ചയിച്ചിരുന്ന ആ പെണ്ണില്ലേ, കല്യാണം നിശ്ചയിച്ചിരുന്ന ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അതേപോലെയുള്ള കുറേ സ്ത്രീകൾ രക്ഷപ്പെടും, കുറച്ചിങ്ങനെയുള്ള ആളുകളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നാൽ. അപ്പോൾ ഇനിയും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറയും. പാവം ആ കുഞ്ഞുങ്ങളുടെ കാര്യം അധോഗതിയാണ്. ഒരു 5 മക്കളുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ ഉമ്മായാണെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഉമ്മ കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അപമാനമല്ലാതെ എന്തെങ്കിലും ഈ ലോകത്തുണ്ടാകുന്നുണ്ടോ? കിട്ടുന്ന ക്യാഷ് മുഴുവൻ കണ്ട ആണുങ്ങളുടെ കൂടെ നടന്ന് ഇവിടെ അടിച്ചു പൊളിച്ച് തീർക്കുന്നുണ്ട്. അത്ര തന്നെ ഉണ്ടാവുന്നുള്ളൂ. അതൊരു അപമാനഭാരം മുഴുവൻ ഇതുങ്ങളുടെ ഫോട്ടോ മുഴുവൻ എടുത്തിട്ടിട്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഇക്കായല്ലാതെ വേറെ ആരെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ടൈറ്റിൽ കൊടുത്തിരുന്നത്.
ആ സ്ത്രീയാണ് വേറെ ഒരുത്തൻ്റെ കൂടെ മടി കയറിയിരുന്ന് കെട്ടിപ്പിടിച്ച് വയനാടൊക്കെ പോയി ഫോട്ടോ വീഡിയോസ് ചെയ്തിരുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇനിയെങ്കിലും കുറച്ചെങ്കിലും വിവരമുള്ള ആളുകളുണ്ട് ഈ പൊയ്മുഖങ്ങളെ തിരിച്ചറിയുക, ഇവർക്കെതിരെ ശക്തമായിട്ട് തന്നെ സംസാരിക്കുക. അല്ലാതെ ഇതെല്ലാം ഇങ്ങനെയുള്ള ആളുകളെ പൊത്തിപ്പൊതിഞ്ഞ് അയ്യോ അവർക്ക് നേരെ പറയരുതേ, അവരങ്ങനെയാണ്, നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങൾ പറയാവൂ, നിങ്ങൾ പുരുഷനല്ലേ, നിങ്ങൾ സ്ത്രീക്ക് നേരെ പറയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത പരിഗണന ഇവറ്റകൾക്ക് കൊടുക്കാതിരിക്കുക. ഇതല്ലാതെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ പരിഗണന അർഹിക്കുന്നുണ്ട്, അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ളവരെ നമ്മൾ അർഹിക്കുന്ന അവഗണന കൊടുത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനിയും വരും കാര്യം, ദിവസവും നല്ല വ്യൂവർഷിപ്പ് ഉണ്ടല്ലോ, നല്ല വ്യൂസ് ഉണ്ട്, ഇവരിടുന്ന വീഡിയോയ്ക്കെല്ലാം നല്ല വ്യൂസ് ഉണ്ട്. എന്നിട്ട് കൈസ് ഇന്ന് ചെയ്തേക്കുന്ന വീഡിയോയ്ക്ക് താഴെ പോയി കളിയാക്കിയിട്ടുണ്ട് ഇവർ. ആ കൈസ് വന്നിട്ട് ആയോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ സ്ത്രീക്ക് നാണം കെട്ടിയിട്ടാണേലും പൈസ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇവർ സബ് ചെയ്തേക്കുന്ന എത്ര 145 50 എങ്ങാണ്ടുണ്ട്. അപ്പോൾ എന്നെ കളിയാക്കിയായിരുന്നു, വളർന്നു വരുന്നതല്ലേ ഉള്ളൂ, ആദ്യം ഒന്ന് നേർന്ന് നിൽക്ക്, എന്നിട്ട് പറയാന്നോ അങ്ങനെ എന്തോ. അപ്പോൾ ഇവളുടെ വിചാരം ഞാൻ എങ്ങനെയെങ്കിലും ഇവളെപ്പോലെ സബ് ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ്, എങ്ങനെയെങ്കിലും കുറേ സബ് ഉണ്ടാക്കിയാൽ മതി എന്നാണ് ഈ സ്ത്രീയുടെ ധാരണ, പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന്. നാണം കെട്ടിയിട്ടാണേലും ലോകത്തുള്ള ആണുങ്ങളുടെ കൂടെ മുഴുവൻ പോയിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചിട്ടാണെങ്കിലും വീട്ടുവിഷയം ഇങ്ങനെ വാതോരാതെ വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയാണേലും കുറേ സബ് ഉണ്ടാക്കിയാൽ മതി, ക്യാഷ് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന സ്ത്രീയാണിവർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചാവാലികളുടെ പുറകെ നടക്കാനായിട്ട് കുറേ ആണുങ്ങളും നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. ഇങ്ങനെയുള്ളവരാണ് ഇവരെയൊക്കെ വളർത്തി വിടുന്നത്. എന്തായാലും നമുക്കിത് കാണുമ്പം അയ്യോ കഷ്ടം, ഇങ്ങനെയൊക്കെ നടക്കൂ, ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് തോന്നില്ലേ? പക്ഷെ സത്യത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയ്ക്കിടെ. ഇനി നാളെയും വരും ഒരു നാണോ ഇല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കള്ളം. അത് ഞാനന്ന് കെട്ടിയായിരുന്നു, പക്ഷെ കെട്ടിയെന്ന് നിങ്ങളോട് പറയാത്തത് അവനക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണെന്ന് പറയും. വെയിറ്റ് ആൻഡ് സീ അല്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.